ധീരമായ മനസ്സോടെ മോഹൻ പുതിയ ലോകങ്ങളെ കണ്ടെത്താനും സമുദ്രവുമായി സമൂഹങ്ങളെ ഒന്നിപ്പിക്കാനുമുള്ള ആഴമായ ആഗ്രഹത്തോടെ രഹസ്യ സ്വഭാവമുള്ള ദ്വീപിനെ ആകാംക്ഷയോടെ പര്യവേക്ഷണം ചെയ്യുന്നു. അവളുടെ പൂർവികരുടെ പാരമ്പര്യം അവളെ മുന്നോട്ട് നയിക്കുന്നു. നടന്നുപോകുമ്പോൾ അവൾ അറിയാതെ ഒരു ചെറിയ ശാന്തനായ ഞണ്ടിന്റെ മുകളിൽ ചവിട്ടി. ഭാഗ്യവശാൽ അതിന് പരിക്കേറ്റില്ല. തന്റെ പ്രിയപ്പെട്ട പന്നി ക്ഷീണിതനാണെന്ന് വ്യക്തമായിരുന്നിട്ടും മോവ് തളരാത്ത ധൈര്യം കാണിച്ചു. അവനെ ആ ദുഷ്കരമായ ചെരിവിലൂടെ ചുമന്നു. വെല്ലുവിളി നിറഞ്ഞ കയറ്റം കീഴടക്കി അവൾ ഒടുവിൽ കൊടുമുടിയിൽ എത്തുന്നു. അവിടെ അവളുടെ എപ്പോഴും ജിജ്ഞാസയും അഹങ്കാരവുമുള്ള പൂവൻ കോഴി ഇതിനകം തന്നെയുണ്ട്. മുകളിൽ ഇരുന്നുകൊണ്ട് മോവാന അവളുടെ മുന്നിൽ വതിങ്ങഥയർ വിസ്മയിപ്പിക്കുന്ന കാഴ്ച കാണുന്നു. ഷംഖ് അവളുടെ വായിലേക്ക് ചേർത്തുവെച്ച് ദൂരെ ദ്വീപിലുള്ളവർ കാറ്റിൽ അവളുടെ വിളി കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചു. അവൾ ഒരു നീണ്ട ഊത്ത് ഊതി. പക്ഷേ മറുപടിയായി നിശബ്ദത മാത്രം കേട്ടു. മോവാനയുടെ പ്രതീക്ഷ ഒരിക്കലും കൈവിടില്ല. ആരെങ്കിലും ഒടുവിൽ പ്രതികരിക്കുമെന്ന് അവൾ രഹസ്യമായി വിശ്വസിക്കുന്നു. പുതിയ നാഗരികതകളുടെ തെളിവുകൾ കണ്ടെത്താൻ ഈ വെളിപ്പെടുത്തൽ സഹായിച്ചേക്കുമെന്ന തിരിച്ചറിവിൽ മോഹനയുടെ ആകാംക്ഷ വർദ്ധിക്കുന്നു. ഒരു മറുപടി പോലെ തോന്നാമെങ്കിലും ആ ശബ്ദം യഥാർത്ഥത്തിൽ വരുന്നത് അവളുടെ വികൃതിയായ പൂവൻകോഴിയിൽ നിന്നാണ്. പഴക്കം ചെന്ന അപരിചിതമായ മനുഷ്യരൂപങ്ങൾ ആലേഖനം ചെയ്ത ചിത്രീകരണങ്ങളിൽ ആകൃഷ്ടനായിരിക്കുകയാണവൻ. ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു തിളക്കത്തോടെ അവൾ തന്റെ വിശ്വസ്തരായ കൂട്ടാളികളെ വീട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചു. മോവാനിയും കൂട്ടാളികളും അവരുടെ ദ്വീപിനടുത്തേക്ക് എത്തുമ്പോൾ അടക്കാനാവാത്ത ഊർജ്ജത്തോടെ അവൾ പാട്ടുപാടിത്തുടങ്ങുന്നു. ഒരു കൂട്ടം ആളുകൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവളുടെ മാതാപിതാക്കളായ തൂയിയും സീനയും ഗ്രാമവാസികളുടെ സന്തോഷകരമായ വരവേൽപ്പിൽ മുന്നണിയിലുണ്ട്. ഐക്യത്തെയും സമൂഹത്തെയും ആദരിക്കുന്ന ഒരു ഗാനം അവളോടൊപ്പം അവർ ഉച്ചത്തിൽ പാടുന്നു. അവരിൽ ഒരാളാണ് മോ. ദ്വീപിന്റെ ഐതിഹ്യങ്ങളിൽ മതിമറക്കുന്ന യുവ സ്വപ്നജീവിയാണയാൾ. അവൻ സ്വയം മാവയുടെയും മോനയുടെയും ഏറ്റവും വലിയ ആരാധകനായി കണക്കാക്കുന്നു. കൂടാതെ ഇതിഹാസ് ഡെമിഗോഡിനെ നേരിൽ കാണാൻ അവൻ പ്രതീക്ഷിക്കുന്നു. മോവാന കടൽ തീരത്തെത്തുമ്പോൾ അവളുടെ പിതാവ് അഭിമാനവും ആകാംക്ഷയും കലർന്ന ഭാവത്തോടെ അവളെ സ്വാഗതം ചെയ്യുന്നു. അവളുടെ കണ്ടെത്തലുകളെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതിരുകളില്ലാത്ത നിശ്ചയദാർഢ്യത്തോടെയും അത്ഭുതത്തിന്റെ ഒരു യോടെയും വിചിത്രമായ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് അന്യഗ്രഹങ്ങളുടെ വ്യക്തമായ തെളിവാണെന്ന് അവൾ വിശ്വസിക്കുന്നു. നിലവിലെ തടസ്സങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരുമായി ബന്ധം സ്ഥാപിക്കാൻ അവൾ പ്രതിജ്ഞയെടുക്കുന്നു. അപ്പോൾ അവളുടെ ഇളയ സഹോദരി എ വാത്സല്യവും അതൃപ്തിയും കലർന്ന സ്വരത്തിൽ അവളെ ശാസിച്ചുകൊണ്ട് കടന്നുവരുന്നു. 3 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും മോഹൻ ഇല്ലാത്തത് വർഷങ്ങളായി തോന്നുന്നു എന്ന് അവൾ പറയുന്നു. വിശുദ്ധ സ്ഥലത്തൂടെ അലഞ്ഞുതിരിയുമ്പോൾ മോവ് തന്റെ സഹോദരിയോട് തന്റെ കഴിഞ്ഞ ദൗത്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഫിത്തിയുടെ ഹൃദയം വീണ്ടെടുക്കാനുള്ള അസാധാരണമായ യാത്ര, രൂപാന്തരീകരണ അനുഭവം. തുടർന്ന് മോവാന ഹൈവയെ അവളുടെ പൂർവികരുടെ ആദരണീയവും ചരിത്രപരവുമായ സങ്കേതത്തിലേക്ക് നയിക്കുന്നു. അവിടെ വെച്ചാണ് മോവാനക്ക് അവളുടെ പൈതൃകം കണ്ടെത്താനായത്. ഒരു ആകാംക്ഷ നിറഞ്ഞ സ്വരത്തിൽ സാമ്യ അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ആരാഞ്ഞു. മോവാനയുടെ പുഞ്ചിരി ഏതാനും ആഴ്ചകൾ മാത്രം സൂചിപ്പിക്കുന്നു. പക്ഷേ അത് ഐവയെ സംബന്ധിച്ചിടത്തോളം ഒരു നിത്യത പോലെ തോന്നുന്നു. അവൾക്ക് അവളുടെ നിരാശ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവളുടെ ശബ്ദം ആവേശത്താൽ നിറഞ്ഞ് മോഹൻ ഒരു ആവേശകരമായ കഥയിലേക്ക് കടന്നു. മാവുയി ഫിത്തിയുടെ ഹൃദയം മോഷ്ടിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവരുടെ പൂർവികൻ ഐതിഹ്യകഥകളിലെ തായ് പാസ് സമുദ്രത്തിലെ അനന്തമായ ജലത്തിലൂടെ എല്ലാ സമുദ്രവാസികളെയും ഒന്നിപ്പിക്കാൻ സ്വപ്നം കണ്ടിരുന്നു. വിധി വഴിതെറ്റിച്ച ഒരു പുണ്യ ദൗത്യം മോഹനയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൾ ഉത്തരവാദിത്തത്തിന്റെ ഭാരം വഹിക്കുന്നു. കുട്ടികളുടെ നിഷ്കളങ്കതയോടെ മൗയി ആ ചുമതല ഏറ്റെടുക്കട്ടെയെന്നും അതുവഴി മോ തദൗരഹം നയിക്ക് അവളുടെ കൂടെ ദ്വീപിൽ തുടരാമെന്നും എ നിർദ്ദേശിക്കുന്നു. എയോടുള്ള അവളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവൾ വിശദീകരിക്കുന്നു. അചഞ്ചലമായ ധൈര്യത്തോടെ സ്വന്തം അർദ്ധദൈവികമായ കടമകൾ മൗയിക്കുണ്ടെന്നും ഈ പ്രത്യേക വിധി തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും മോന ശ്രദ്ധാപൂർവം പറയുന്നു. ഇപ്പോൾ മൗയിയിൽ അവൻ അപകടകരമായ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു. ഐതിഹ്യ തുല്യമായ മോട്ടു ദ്വീപിലേക്കുള്ള കവാടം തേടുന്നു. മാതങ്കി അവന്റെ വഴി തടസ്സപ്പെടുത്തുന്നു. കാലം തെളിയിച്ച കാവൽക്കാരൻ കവാടം കാക്കുന്നു. എങ്കിലും തന്റെ മുൻ പങ്കാളിയായ മോയനയെ ആദ്യം കാണാമെന്നു ശലിച്ചുകൊണ്ട് മാതങ്കി അത് നിരസിക്കുന്നു. ഈ ദുരിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ മൗയി തന്ത്രങ്ങൾ മെനയുകയാണ്. അദ്ദേഹം തന്റെ സമീപനം മാറ്റി തുടർന്ന് പ്രധാന പ്രശ്നം വ്യക്തമാക്കുകയും ചെയ്തു. മൗയി ധിക്കാരപൂർവ്വം ഒരു കഥ മെനയുന്നു. തന്റെ മാന്ത്രിക ചൂണ്ട വീണ്ടെടുക്കാൻ മാത്രമാണ് മോയെ ഉപയോഗിച്ചതെന്നും കൂടാതെ അവളുടെ പൂവൻകോഴിയെ പരിഹസിക്കുകയും ചെയ്യുന്നുവെന്നും വാദിക്കുന്നു. നാലോ എന്ന ദുഷ്ടദേവൻ മോഡ ഫെദുവിനെ മാരകമായ ഒരു ഇരുണ്ട കൊടുങ്കാറ്റിൽ മൂടിയിരിക്കുന്നു. മോവാനയുടെ പങ്കാളിത്തത്തെ മൗയി ശക്തമായി നിഷേധിക്കുന്നു. എന്നിട്ടും മാറ്റായി അവനെ തടസ്സപ്പെടുത്തുന്നു. മോവാന ഒരു വിദഗ്ധ നാവികയായി വളർന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചെന്നും അത് ഈ ദൗത്യത്തിൽ അവളെ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാക്കി മാറ്റിയെന്നും അവൾ അവനെ ഓർമ്മിപ്പിക്കുന്നു. മോവാന തന്റെ ദ്വീപിലേക്ക് മടങ്ങിയെത്തി. അവൾ പുതിയ നൃത്തച്ചുവടുകൾ നാട്ടുകാരുമായി പങ്കുവെക്കുമ്പോൾ സന്തോഷം നിറയുന്നു. ഇത് അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു. അവൾ പൂർത്തിയാക്കിയ ശേഷം അവളുടെ അച്ഛൻ തൂയി അഭിമാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തുവരുന്നു. ഇന്ന് രാത്രി എന്തോ പ്രത്യേകതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. മോഹന തന്റെ പൂർവിക പാരമ്പര്യത്തിലെ നാവികരുടെയെല്ലാം കിരീടമാണ്. പരിധിയില്ലാത്ത കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വിശേഷതയാണത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവളുടെ നേതൃത്വപാടവത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി പ്രകടമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാത്രിയുടെ കറുപ്പ് പരക്കുമ്പോൾ ദ്വീപിലെ സമൂഹം മുഴുവനും ഒത്തുചേർന്ന് പഴക്കം ചെന്ന ഒരു വലിയ തീ കൂട്ടിയിട്ട് അതിന്റെ വെളിച്ചത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴെ ഈ സുപ്രധാനമായ സംഭവം ആഘോഷിക്കുന്നു.
മോവാന വിനയത്തോടെ തായിയുടെ മേലങ്കി സ്വീകരിക്കുന്നു. ഇത് മുൻഗാമികളുടെ ഒരു നീണ്ട പരമ്പരയെ തകർക്കുന്നു. ചടങ്ങ് ആരംഭിക്കുന്നു. മോഹനയുടെ ദ്വീപിന്റെ നേതാവായി സ്ഥാനാരോഹണം ചെയ്യുന്നത് അവളുടെ പൂർവികരുടെ വിജ്ഞാനം ഉപയോഗിച്ച് ആദരിക്കുന്നു. പെട്ടെന്ന് മോഹന ഒരു കൊടുങ്കാറ്റുള്ള കടലിന്റെ നടുവിൽ അകപ്പെട്ടു. ഒരു വിശുദ്ധ പ്രതിജ്ഞയിലൂടെ തന്റെ സമൂഹത്തെ സംരക്ഷിക്കാനും ഒന്നിപ്പിക്കാനും മോബുളറഥൈവറോ വിയാൻ ഉറപ്പുകൊടുക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം ആ ചടങ്ങിന് പെട്ടെന്ന് തടസ്സമുണ്ടാക്കുന്നു. തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ആകാശം ഭയാനകമായി ഇരുളുന്നു. ഒപ്പം പൂർണ്ണമായ ഒരു തോം ഉടലെടുക്കുന്നു. കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ് മോഹന കടലിലേക്ക് മറിഞ്ഞു വീഴുന്നു. പ്രദേശം വരണ്ടതും ജീവനില്ലാത്തതുമാണ്. കൂടാതെ അവിടെ താമസിക്കുന്നവരുടെ യാതൊരു അടയാളവുമില്ല. ഈ അസ്വസ്ഥജനകമായ സ്ഥലത്ത് ഒരു പൂർവിക സ്വരം അവളുടെ ചിന്തകളിൽ പ്രതിധ്വനിക്കുന്നു. മോട്ടോ ന്യൂയി എന്ന ഏതിഹ്യ ദ്വീപ് കണ്ടെത്തി ദ്വീപുകളുമായുള്ള അവരുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ അവൾ പരാജയപ്പെട്ടാൽ അവൾക്കും അവളുടെ ജനതയ്ക്കും മേൽ വന്നുഭവിക്കാവുന്ന ഒരു ഭാവിയാണ് അവളുടെ ദർശനത്തിലൂടെ വെളിപ്പെടുന്നതെന്ന് അത് വ്യക്തമാക്കുന്നു. മുത്തശ്ശി അവളോട് വെളിപ്പെടുത്തുന്നത് തിത്തിയുടെ ഹൃദയം തിരികെ നൽകിയത് തുടക്കം മാത്രമാണെന്നും അവളുടെ യഥാർത്ഥ ദൗത്യം മോട്ടോയെ വിഴുങ്ങുന്ന കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുക എന്നതാണ് എന്നുമാണ്. ഇത് സാധ്യമാക്കാൻ അവൾ സ്വർഗീയ ജ്വാലയെ പിന്തുടരണം. അത് അവളെ അവളുടെ പൂർവികർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ദ്വീപിലേക്ക് നയിക്കും. മൊട്ടുഫെത്തുവിനെ രക്ഷിക്കുക മാത്രമല്ല, ദ്വീപുകളെ ഒന്നിപ്പിക്കുകയും അവയുടെ നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്യുക എന്നത് അവളുടെ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ മോട്ടുമോയെ കണ്ടെത്താനുള്ള യാത്ര ആരംഭിക്കാനുള്ള അവളുടെ ആവശ്യം അവൾ മാതാപിതാക്കളോടും ഗ്രാമത്തിലെല്ലാവരോടും പ്രഖ്യാപിക്കുന്നു. പെട്ടെന്ന് മോവാന സ്വയം ചടങ്ങിലേക്ക് മടങ്ങിയെത്തിയതായി കണ്ടെത്തുന്നു. പുറമേ എല്ലാം ശാന്തമായി തോന്നുന്നു. എന്നിരുന്നാലും ആ ദർശനം ഒരു നിർണായക മുന്നറിയിപ്പായി വർത്തിച്ചുവെന്ന് അവൾക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് പുരാതന കാലത്ത് സമുദ്രത്തിലെ നിവാസികൾ അതിന്റെ വിശാലമായ ജലത്താൽ ഒന്നിപ്പിക്കപ്പെട്ടിരുന്നു. അവരുടെ കൂട്ടായ ശക്തിയിൽ അസൂയ പൂണ്ട നാളോ എന്നൊരു ഈശ്വരൻ മോട്ടുവിനെ ഒരിക്കലും അവസാനിക്കാത്ത കൊടുങ്കാറ്റ് നൽകി ശപിച്ചു. യൗവനത്തിന്റെ ആവേശത്തോടെ ആകാംക്ഷയോടെ കഥ പറയുന്നയാൾ പഴക്കം ചെന്ന ഒരു ഇതിഹാസം അവതരിപ്പിക്കാൻ തുടങ്ങുന്നു. കൊടുങ്കാറ്റ് ദ്വീപിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി താമസക്കാരെ സ്വന്തം വിഭവങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കി. പുതുതായി നിയമിതയായ തായി എന്ന നിലയിൽ പൂർവികർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ദൗത്യം നിറവേറ്റേണ്ട ഉത്തരവാദിത്വം മോവാനയ്ക്കുണ്ട്. അവളുടെ സുരക്ഷയെക്കുറിച്ച് പിതാവിന് വലിയ ഉത്കണ്ഠയുണ്ടെങ്കിലും ഗ്രാമത്തിലെ മറ്റുള്ളവരെപ്പോലെ അദ്ദേഹത്തിനും അവളുടെ ധൈര്യത്തിലും ശക്തിയിലും വിശ്വാസമുണ്ട്. ക്ഷണനേരം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർന്നു. തീവ്രമായ വര കാണുകയും അത് പ്രവർത്തനത്തിനുള്ള വ്യക്തമായ ആഹ്വാനമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ശക്തവും ആഴത്തിലുള്ള വികാരങ്ങൾ നിറഞ്ഞതുമായ ഈ ഗാനം കൈനീട്ടി വിളിക്കുന്ന ആകാശത്തെയും പ്രിയപ്പെട്ടവരുമായുള്ള വേർപിരിയലിന്റെ വേദനയെയും സ്വന്തം വിധി നിറവേറ്റാനുള്ള ആത്മവിശ്വാസത്തെയും ചിത്രീകരിക്കുന്നു. ശക്തമായ വികാരത്തിലും പ്രത്യാശാഭരിതമായ അന്തരീക്ഷത്തിലും മുഴുകി മോഹന പാടാൻ തുടങ്ങുന്നു. ജോലി പൂർത്തിയായതോടെ മുത്തശ്ശിയുടെ ആകാശരൂപം പ്രത്യക്ഷപ്പെടുന്നു. എപ്പോഴും ഉപദേശവും ആശ്വാസവും നൽകാനായി കൂടെയുണ്ട്. ഭാവി അനിശ്ചിതത്വത്തിലാണെങ്കിലും അവളുടെ സ്വഭാവം അവളെ നയിക്കുമെന്ന് അമ്മൂമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു. അവളുടെ സൂര്യോദയത്തിലെ തീരുമാനങ്ങൾ ഫലം നിർണ്ണയിക്കും. തന്റെ ജനങ്ങൾ സമ്മേളിച്ചപ്പോൾ മോഹന ധൈര്യപൂർവ്വം മാധു ഫെദുവിനെ കണ്ടെത്താനും കൊടുങ്കാറ്റിനെ നേരിടാനും സമുദ്രത്തിന്റെ വിഭജനം സുഖപ്പെടുത്താനുമുള്ള തന്റെ യാത്രയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയെത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ആ നിമിഷം അവൾ പാട്ട് പുനരാരംഭിക്കുന്നു. ഈ യാത്ര എത്ര തടസ്സങ്ങളുണ്ടായാലും പൂർത്തിയാക്കാനുള്ള അവളുടെ ദൃഢനിശ്ചയം ഉറപ്പിക്കുന്നു. യാത്രയിലെ അപകടങ്ങളെ ഭയന്ന് മോഭ്രോമോമനയുടെ അമ്മ അവളെ തനിച്ചൊരു യാത്രക്ക് അനുവദിക്കുന്നില്ല. ഏകാന്ത യാത്രയുടെ അപകടസാധ്യത അവൾ ഊന്നിപ്പറയുന്നു. തുടക്കത്തിൽ മോഭ്രോമോമനക്ക് ഇഷ്ടമില്ലെങ്കിലും മുൻ യാത്രയിൽ പൂവൻകോഴി രക്ഷപ്പെട്ടത് അവന്റെ കൂട്ടുകാരൻ കാരണമാണെന്ന് അമ്മ ഓർമ്മിപ്പിച്ചപ്പോൾ മോഭ്രോമോമന സമ്മതിക്കുന്നു. ലോട്ടോ, മോവാനയുടെ അടുത്ത കൂട്ടുകാരൻ, മത്സ്യത്തിൽ കൂടുതൽ ഭക്ഷണം ആവശ്യമാണെന്ന് മനസ്സിലാക്കി പര്യവേഷണത്തിൽ ചേരാനായി ഉത്സാഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അവസാനമായി ശരിയായ സഹായം ലഭിച്ചാൽ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ അത് അവളെ പ്രാപ്തയാക്കുമെന്ന് മനസ്സിലാക്കി മോവ് സമ്മതിക്കുന്നു. യാത്രയ്ക്കുവേണ്ടി വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ നൽകാനായി ഒരു കർഷകനെ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകത മോഹന മനസ്സിലാക്കുന്നു. അതേസമയം മൗയിയുടെ സഹായം തേടാനും സംഭാഷണ തന്ത്രം പരിശീലിക്കാനും അവൾ സ്വയം തയ്യാറെടുക്കുന്നു. അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി അവൾ അവളുടെ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം പരിശീലിച്ചു. എന്നാൽ അവൾ സംസാരിക്കുന്നതിനു മുൻപ് സാഹസികതയോട് അടങ്ങാത്ത ദാഹമുള്ള മോണ്ടി എന്ന യുവ കഥാകാരൻ അവരെയാടാപ്പം കൂടാനായി രംഗത്തേക്ക് പാഞ്ഞുവന്നു. അതേസമയം കുട്ടിക്കളിയായ നിഷ്കളങ്കർ പ്രകടിപ്പിച്ച മോവാനയോട് തന്നോടൊപ്പം വരാനായി അപേക്ഷിക്കുന്നു. മോവാന സമുദ്രത്തിലെ അപകടങ്ങളെ അഭിമുഖീകരിക്കാൻ താൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് സ്നേഹത്തോടെ വ്യക്തമാക്കുന്നു. മോവാനയുടെ ആത്മാർത്ഥമായ വാക്കുകളിൽ അതീവമായി സ്പർശിക്കപ്പെട്ട അയ്യു വീടിനെയും അവരുടെ നിലനിൽക്കുന്ന ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു കടൽനക്ഷത്രം അവൾക്ക് സമ്മാനിക്കുന്നു. അർപ്പണം കണ്ടു മനസ്സു നിറഞ്ഞ മോഹൻ കൃതജ്ഞതയോടെ അത് സ്വീകരിക്കുകയും തന്റെ സംഘത്തോടൊപ്പം യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. അതേസമയം മാന്ത്രിക ചൂണ്ടയിലെത്താൻ കഴിയാത്തതിനാൽ മാവി ഒരു സങ്കീർണമായ കെണിയിൽ അകപ്പെടുന്നു. തവളകളുടെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ പരാജയപ്പെട്ടു. അവന്റെ ഹതായ ആത്മാവായി വഹിക്കുന്ന പച്ചകുത്തികൾ മോവായുടെ രക്ഷായി ഗീഗമനെ കാണിക്കുന്നതിരുന്നു. എങ്കിലും ആദശാനന്ദത്തെ അവൻ തള്ളിക്കളഞ്ഞു. മോയി തന്റെ പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അവളെ അതിൽ ഉൾപ്പെടുത്താൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് വില്ലത്തിയായ മാതങ്കി പ്രത്യക്ഷപ്പെട്ടു. മൂവായുടെ നിസ്സഹായാവസ്ഥയെ പരിഹസിച്ചു. മോയിനെ വീണ്ടും കാണാനുള്ള ആഗ്രഹം ഒളിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തു. മോവാന ഒരു പുതിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ തിരിച്ചെത്തുന്നു. നിരവധി ജീവനക്കാർക്ക് കടലിനെ ഭയമാണ്. ഒരാൾക്ക് നീന്താനും കഴിയില്ല. സ്ഥിരമായ നേതൃത്വവും സഹനശക്തിയുമുള്ള മോഹൻ അവരുടെ ഉത്കണ്ഠകളെ ശമിപ്പിക്കുകയും വരാനിരിക്കുന്ന യാത്രയെ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
ഒരുതരം ആകാംക്ഷ നിറഞ്ഞ മനോഭാവം പതുക്കെ സംഘത്തിൽ വ്യാപരിക്കുന്നു. എന്നാൽ കർഷകൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും മുന്നോട്ടു പോകാൻ മോവാന അവരെ പ്രേരിപ്പിക്കുന്നു. എങ്കിലും ശക്തമായ ഒഴുക്ക് അവരുടെ ചങ്ങാടത്തെ ഉദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിപ്പിച്ചാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഗരയിലെന്ന പോലെയുള്ള രൂപങ്ങൾ ദയിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടും അടുത്ത് എത്തുമ്പോൾ അവർ പ്രതീക്ഷിച്ച ദ്വീപല്ലെന്നും മറിച്ച് അതിലും ഭയാനകമായ മറ്റെന്തോ ആണെന്നും കണ്ടെത്തുന്നു. അവർ കഗാമുറയെ അഭിമുഖീകരിക്കുന്നു. ചെറിയ രൂപമുള്ള എന്നാൽ ഉഗ്രശേഷിയുള്ള തെങ്ങോല പോരാളികൾ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു. അവർ കഷ്ടിച്ച് രക്ഷപ്പെടുമ്പോൾ അവരെക്കാൾ അപകടകാരിയായ ഒന്നു അവരെ എതിരേൽക്കുന്നു. മുന്നിൽ കാണുന്നതെല്ലാം വിഴുങ്ങുന്ന ഒരു കൂട്ടൻ കക്ക. സ്വതസിദ്ധമായ ധൈര്യത്തോടെ മോവ് വിദഗ്ധമായി കനോ ദിശ മാറ്റി ദുരന്തം ഒഴിവാക്കുകയും അവളുടെ ടീമിനെ വിജയകരമായി ഒളിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷമിക്കണം, മയക്കുവെടിയിൽ നിന്ന് പൂവൻകോഴിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവൾക്ക് വെടിയേൽക്കുകയും കുറച്ചു നേരത്തേക്ക് അവൾക്ക് അനങ്ങാൻ പറ്റാതാവുകയും ചെയ്യുന്നു. കലാപത്തിനിടയിൽ കഗാമോർ മോനെയും അവളുടെ കൂട്ടാളികളെയും പിടികൂടി അവരുടെ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ ക്യാമ്പിൽ കഗാമോർ അവരുടെ ദുരവസ്ഥ വെളിപ്പെടുത്തി. അവരുടെ ദ്വീപ് മോട്ടുനൂയിയുടെ അതേ ജലാശയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും നാളോ കടലിനെ വിഭജിച്ച് സമുദ്രവാസികളെ കീഴടക്കിയതിനാൽ അവരെ മറ്റെല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി. ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ ഭീമാകാരമായ കക്ക തടസ്സപ്പെടുത്തി. അത് അവരെ ഭയാനകവും ഒറ്റപ്പെട്ടതുമായ ജീവിതത്തിലേക്ക് തള്ളിവിട്ടു. നിലവിൽ അവർ തുടർന്നും വേർപിരിയൽ പ്രതീക്ഷിക്കുന്നു. ചിപ്പിയുടെ സാധ്യതയുള്ള തകർച്ച ഒഴികെ എല്ലാ കാലത്തേക്കും സംരക്ഷിക്കുക. മോവാന സാഹസികയും ധൈര്യശാലിയുമായ ഒരു യുവതി. മോവാനിയും അവളുടെ സംഘവും വിജയിച്ചാൽ കഗാമോർ അവരെ മോട്ടുവിൽ എത്തിക്കാൻ സഹായിക്കും. കഗാമോറുകൾ യാത്ര പറഞ്ഞു. മോയിനെയും അവളുടെ സംഘത്തെയും വെല്ലുവിളി സ്വയം നേരിടാനായി ഉപേക്ഷിച്ചു. മോവാനിയും സംഘവും വിഷവുമായി ഭീമൻ ചിപ്പിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്തു. എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നപ്പോൾ ശക്തമായ ഒഴുക്ക് അവരെ കീഴ്പ്പെടുത്തി. അവരുടെ സാധനങ്ങൾ ചിതറുകയും പദ്ധതികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. പ്രതീക്ഷിക്കാത്തതും നാടകീയവുമായ ഒരു നീക്കത്തിൽ ദ്വിവാൽവിയുടെ ചിപ്പിക്കുള്ളിൽ കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്നു. അക്രമാസക്തമായ ഇലക്കങ്ങൾക്കും പെട്ടെന്നുള്ള ചലനങ്ങൾക്കുമിടയിൽ വിഷം നിറഞ്ഞ കുന്തത്തിൽ നിന്നുള്ള അവരുടെ പിടി നഷ്ടപ്പെടുന്നു. ലോട്ടോ വിവേകപൂർവ്വം 3 അധിക കുന്തങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അവയും തുടർന്നുള്ള കുഴപ്പത്തിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ഓരോ ജീവനക്കാരും വ്യത്യസ്തമായ ഒഴുക്കുകളിൽപ്പെട്ട് ചിപ്പിയുടെ വിശാലമായ ഉൾഭാഗത്തുകൂടി ഒഴുകിപ്പോയതിനാൽ വഴിതെറ്റിപ്പോയി. മോവാനയുടെ കൂട്ടാളികൾ നിഴൽ വീണ അറിയപ്പെടാത്ത ഒരിടത്തേക്ക് ഇടറി വീഴുന്നു. കൂട്ടത്തിന്റെ നേതാവ് കാഗാമുറയാണെന്ന് തോന്നുന്ന ഒരാളെ ഒളിഞ്ഞു നോക്കുന്നു. അപ്രതീക്ഷിതമായ ധൈര്യത്തോടെ ആക്രമണം അഴിച്ചുവിടുന്നു. എന്നാൽ അത് അവരിലൊരാളല്ലെന്നും ഒരു വലിയ രാക്ഷസനാണെന്നും മനസ്സിലാക്കുന്നു. അത് അവനെ നിരാശനാക്കുന്നു. അവർ ആ അർദ്ധദേവനെ മോചിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പ്രശസ്തവും മന്ത്രം സിദ്ധിച്ചതുമായ കൊളുത്ത് വീണ്ടെടുക്കുകയും ചെയ്തു. മോവാനയുടെ സംഘത്തെ മൗയി എതിരേറ്റതും പന്നി അപ്രതീക്ഷിതമായി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. മാവുയി ഒരു ചിരിയോടെ പ്രഖ്യാപിച്ചു, ഊണിനുള്ള സമയമായി. പെട്ടെന്ന് പൂവൻകോഴി തലയെടുപ്പോടെ മുന്നിലേക്ക് നടന്നുവരുന്നു. ഇത് കണ്ട മൗയി ഇര തേടാനുള്ള സമയമായി എന്ന് തമാശയായി പറയുന്നു. എന്നാൽ അത് മോ ഹോറവിവർഗയുടെ അടുത്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അവൻ പെട്ടെന്ന് തന്നെ അത് തിരുത്തുന്നു. അവളെ കണ്ടെത്താൻ തീരുമാനിച്ചുറപ്പിച്ച് മാവി കൂട്ടത്തിനൊപ്പം ഒരു യാത്ര ആരംഭിക്കുന്നു. മൊയ്ന മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ ഇളയ സഹോദരി സിമിയ അവളെ നാടകീയമായി ശകാരിക്കുന്നതായി അവൾക്ക് തോന്നുന്നു. മൊയ്ന, നിന്നെ ഈ ഗ്രാമം എന്നേക്കുമായി വെറുക്കും. എങ്കിലും അത് അവളുടെ കാഴ്ചയെ കബളിപ്പിക്കുന്ന ഒരു വവ്വാലാണെന്ന് അവൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് മാതങ്കി പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒറ്റപ്പെട്ട സമുദ്രമേഖലയുടെ സംരക്ഷകയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. മോഡ ഫെരുവിലേക്കുള്ള വഴി തനിക്കറിയാമെന്ന് അവൾ വെളിപ്പെടുത്തുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. മാതങ്കി താൻ ദുഷ്ടനായ നാളോ ദേവന്റെ തടവിലാണെന്നും അവനെ തോൽപ്പിച്ച് തന്റെ തടങ്കലിന്റെ മുദ്ര തകർക്കാൻ മോവോധിയോട് അപേക്ഷിക്കുന്നു. അവൾ യാത്രയാകുമ്പോൾ മാതങ്കി മോവാനയ്ക്ക് ഒരു ദുരൂഹമായ മുന്നറിയിപ്പ് നൽകുന്നു. എന്തു സംഭവിച്ചാലും മുന്നോട്ട് പോകാൻ എപ്പോഴും മറ്റൊരു വഴിയുണ്ട്. തുടർന്ന് മാതങ്കി മോവാനയെ ഒരു ദിവ്യഗോളത്തിനുള്ളിൽ കുടുക്കുന്നു. മോഡ ഫെത്തുവിന്റെ കവാടം തുറക്കാൻ മോവാന ഒരു പുണ്യ നൃത്തം ചെയ്യേണ്ടതുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. മോവാന തുടങ്ങാൻ പോകുമ്പോഴേക്കും മൗയിയും മറ്റുള്ളവരും എത്തുന്നു. അവരുടെ പിന്തുണയാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് മോയന തന്റെ ദൃഢനിശ്ചയം സംഭരിക്കുകയും നൃത്തം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അതുവഴി പോർട്ടൽ തുറക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ടവളെന്ന അവളുടെ വിധി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. മാവുയി പിന്നിലുണ്ടായിരിക്കെ ജീവനക്കാർ ഓരോരുത്തരായി പോർട്ടലിലൂടെ കടന്നുപോയി. പുറപ്പെടുന്നതിനു മുമ്പ് മൊവാന മറ്റാങ്കിയെ തങ്ങളോടൊപ്പം വരാൻ ക്ഷണിക്കുന്നു. പക്ഷേ തന്റെ മാന്ത്രികശക്തി ഈ സ്ഥലത്ത് തന്നെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കാവൽക്കാരി ആ ക്ഷണം നിരസിക്കുന്നു. രാജിയുടെയും പ്രത്യാശയുടെയും ഒരു നേരിയ ലാഞ്ചനയോടെ നെലോയെ പരാജയപ്പെടുത്തുന്നത് അവളെ സ്വതന്ത്രയാക്കുമെന്നും അത് ഭാവിയിൽ തങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ അവസരമൊരുക്കുമെന്നും മാതങ്കി മോയോനയോട് പറയുന്നു. ചില സമയങ്ങളിൽ പുരോഗതിക്ക് വേർപെടൽ ആവശ്യമാണ്. ഒരു ദിശാബോധമില്ലാത്ത കാലഘട്ടം പോലും അവൾ പുറപ്പെടുമ്പോൾ പറഞ്ഞു. മൊവാനയുടെ സംഘം യാത്ര തുടരുമ്പോൾ മാതങ്കി തന്റെ വിശ്വസ്തനായ വവ്വാലിനോട് പരിഭ്രമത്തോടെ മന്ത്രിക്കുന്നു. എന്റെ ഒളിച്ചോട്ടത്തിൽ എന്റെ പങ്ക് നാലോ കണ്ടെത്തിയാൽ നമ്മളെല്ലാം തീർന്നു. അവർ മുന്നോട്ട് പോകുമ്പോൾ മൗയി അവരുടെ ദൗത്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അഗാധമായ ഉത്കണ്ഠയോടെ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം മോവാനക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അത്രയധികം ഭയാനകമായ അപകടങ്ങൾ ഒരു ദേവനുപോലും അവയെ മറികടക്കുന്നത് അസാധ്യമാണെന്ന് തോന്നുന്നു. മുമ്പ് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന് അയാൾ അവളെ കുറ്റപ്പെടുത്തുന്നു. മൊട്ടുഫെത്തുവിന്റെ ഭീകരത എല്ലാവരെയും, അവളെയും ജീവനക്കാരെയും കൂടാതെ പൂവൻകോഴിയെപ്പോലും ഇല്ലാതാക്കുമെന്ന് അയാൾ വാദിക്കുന്നു. മോവാന ജീവനക്കാരല്ല, പൂവൻകോഴി പോലുമല്ല കപ്പൽ യാത്ര ആരംഭിച്ചത്. അദ്ദേഹം ഒരു അസാധാരണ നേതാവിന്റെ ഗുണങ്ങൾക്ക് ഉദാഹരണമാണ്. അവൾ മറുപടി പറയുന്നു.
തങ്ങളുടെ പൂർവികരുടെ വിളി ദൗത്യം സാധ്യമാണെന്ന വിശ്വാസത്തെ സൂചിപ്പിക്കുന്നുവെന്ന് മോയിയോട് വിശദീകരിക്കുന്നു. ഈ വെള്ളത്തിൽ തന്റെ കഴിവുകൾ കുറഞ്ഞേക്കാമെന്ന് മാവി മുന്നറിയിപ്പ് നൽകിയിട്ടും അവൾ തന്റെ അചഞ്ചലമായ വിശ്വാസം നിലനിർത്തുന്നു. കടലിനെ അഭിമുഖീകരിച്ച് അവൾ നിശബ്ദമായി ഒരു അടയാളത്തിനായി യാചിക്കുന്നു. അചഞ്ചലമായ വിശ്വാസത്തോടെ അവൾ കടലിനെ അഭിമുഖീകരിക്കുന്നു, ഒരു സൂചനയ്ക്കായി നിശബ്ദമായി യാചിക്കുന്നു. അപ്പോൾ അവളുടെ അമ്മുമ്മയെ ഓർമ്മിപ്പിക്കുന്ന ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം അത് മറ്റെന്തോ ആണെന്ന് തെളിയുന്നു. അത് ഓഹരികൾ ഉയരുമ്പോൾ മവി തന്റെ രൂപമാറ്റാനുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ സ്രാവായി രൂപാന്തരം പ്രാപിച്ച് സമുദ്രത്തിൽ നുഴഞ്ഞുകയറി ഭീകരന്റെ ശ്രദ്ധ മാറ്റുന്നു. തുടർന്നുണ്ടായ ലതയിൽ മോൻ നിയർ ദാരുണമായി മരണമടഞ്ഞു. എങ്കിലും ക്രൂവിന്റെ കൂട്ടായ ധൈര്യവും സഹകരണവും മറ്റെല്ലാ അംഗങ്ങളുടെയും ജീവൻ രക്ഷിച്ചു. എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ച മോഹനയെ കുറ്റബോധം കൊണ്ട് വലയം ചെയ്യുന്നു. അടുത്തുള്ള പ്രദേശത്ത് ഒഴുകിനടക്കുമ്പോൾ മോഹന തന്റെ പൂർവികരുടെ ഒരു ജീർണിച്ച പഴയ ചങ്ങാടത്തിന്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നു. അത് കഴിഞ്ഞുപോയ യാത്രകളുടെയും നിസ്വാർത്ഥതയുടെയും ഹൃദയസ്പർശിയായ ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ചിന്തകളിൽ മുഴുകി തന്റെ ദ്വീപ് വീട് വിട്ടുപോകുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് അവൾ സംശയിക്കുന്നു. സുഹൃത്തുക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള അവളുടെ ഉത്കണ്ഠ വർദ്ധിക്കുമ്പോൾ ദൗത്യം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് അവൾ ആലോചിക്കുന്നു. മോവാനയുടെ നിരാശ മനസ്സിലാക്കിയ മൗയി തന്റേതായ ആകർഷണീയതയും ആത്മവിശ്വാസവും നിറഞ്ഞവനായി ഒരു പ്രചോദന ഗാനം പൊട്ടിപ്പുറപ്പെടുത്തി അവളെ പിന്മാറുന്നതിൽ നിന്ന് തടയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹോററിയോറനയുടെ ആത്മബോധവും മുൻകാല നേട്ടങ്ങളും വീണ്ടും ഉണർത്തുന്നു. അവൻ അവളുടെ നാമത്തെ പ്രത്യാശയുടെ കിരണമായി പാടുന്നു, അവളുടെ ധൈര്യത്തെ തന്റെ പ്രചോദനമായി കണക്കാക്കുന്നു, കൂടാതെ അവരുടെ ഐക്യത്തെ അതിശക്തമായ ശക്തിയായി വാഴ്ത്തുന്നു. ഏത് തടസ്സവും എത്രത്തോളം അസാധ്യമെന്ന് തോന്നിയാലും കീഴടക്കാൻ കഴിവുള്ള, ഇന്നുവരെ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നാവിക താനാണെന്ന് മോയി ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളും പാട്ടിന്റെ ഊർജ്ജസ്വലമായ താളവും മോവവിയുടെ ഉള്ളിലെ തീപ്പൊരി വീണ്ടും ആളിക്കത്തിക്കാൻ തുടങ്ങുന്നു. അവസാനം അവൾ എഴുന്നേൽക്കുന്നു, അവളുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുന്നു, കൂടാതെ അവളുടെ ജനങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും വേണ്ടി ദൗത്യം പൂർത്തിയാക്കാൻ അവൾ പ്രതിജ്ഞയെടുക്കുന്നു. തന്റെ ജീവനക്കാരോടും മൗയിയോടുമൊപ്പം അവൾ അടുത്ത വെല്ലുവിളിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറാണ്. മൗയിയുടെ വാക്കുകൾ മോഹനയെ പ്രചോദിപ്പിക്കുകയും അവളുടെ സംഘത്തിന് പുതിയ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. അപകടത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചെത്തിയ മോൻ നിയർ ദൗത്യത്തിൽ കൂടുതൽ ആവേശത്തോടെ പങ്കുചേരുമ്പോൾ ടീം മൊത്തത്തിൽ മോഹനയ്ക്ക് പിന്തുണ നൽകുന്നു. ഇത് ഓരോരുത്തരുടെയും സംഭാവനയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നു. ഒരു പൊതു ലക്ഷ്യത്താൽ ഒന്നിപ്പിക്കപ്പെട്ട് ഒരേ സ്വരത്തിൽ മുന്നേറാനുള്ള ശക്തമായ ഒരു ദൃഢനിശ്ചയം അവർ കണ്ടെത്തി. യാത്ര തുടരുമ്പോൾ താൻ മറ്റൊരു ദ്വീപുയർത്തൽ വിദ്യക്ക് വൈകിയെന്ന് മവി തമാശയായി പറയുന്നു. അവർ മോട്ടോവിനടുത്തേക്ക് എത്തിയപ്പോൾ ഭയങ്കരമായ കൊടുങ്കാറ്റ് സൂചന നൽകി ആഞ്ഞടിക്കാൻ തുടങ്ങി. അചഞ്ചലമായ ധൈര്യവും നിശ്ചയദാർഢ്യമുള്ള നേതൃത്വവും കൊണ്ട് മോവോദ ഭരണം ഏറ്റെടുക്കുന്നു, ഭീമാകാരമായ തിരമാലകളിലൂടെ കപ്പലിനെ വിദഗ്ധമായി നയിക്കുന്നു. അതേസമയം മാവി തന്റെ മാന്ത്രിക ചൂണ്ട ഉപയോഗിച്ച് വിവിധ രൂപങ്ങളിലേക്ക് മാറുന്നു, കൊടുങ്കാറ്റിന്റെ കണ്ണിലേക്ക് കുതിച്ചുയർന്ന് താഴേക്ക് പതിക്കുന്നു, ശക്തനായ പരുന്തായും മറ്റ് രൂപങ്ങളിലേക്കും രൂപാന്തരം പ്രാപിക്കുന്നു. മനുഷ്യരെ വേട്ടയാടാനായി മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്ത ചുഴലിക്കാറ്റുകളെ അവൻ ധീരമായി നേരിടുന്നു. പ്രളയകരമായ സംഭവത്തിനിടയിൽ ഒരു ചുഴലിക്കാറ്റ് മൗയിയെ ആഞ്ഞടിക്കുന്നു, അവനെ ശക്തിയായി കപ്പലിലേക്ക് എറിയുന്നു. മോവാനയ്ക്ക് അപ്പോൾ ഒരു നിർണായക കാര്യം മനസ്സിലാകുന്നു, കൊടുങ്കാറ്റിന്റെ രോഷം മനുഷ്യരെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്, മാവ് രൂപം മാറുമ്പോൾ അവനെ മാത്രം ഒഴിവാക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കാനുതകുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തന്നെ ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നു. അവൾ മവയെ ഈ ദുർബലാവസ്ഥ മുതലെടുക്കാൻ പ്രേരിപ്പിക്കുന്നു, കൊടുങ്കാറ്റിന്റെ കാതൽ അവരുടെ അടുത്തേക്ക് ആകർഷിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ഇത് അവൻ ദ്വീപിലേക്ക് പ്രവേശിക്കാനും അവന്റെ ദൗത്യം പൂർത്തിയാക്കാനും ഒരവസരം നൽകുന്നു. വലിയ അപകടസാധ്യതയുടെ ഭാരം മനസ്സിലാക്കി വലിയ ത്യാഗം ആവശ്യമാണെന്ന് അറിഞ്ഞിട്ടും മവി സമ്മതിക്കുന്നു. വീണ്ടും അവൻ കൊടുങ്കാറ്റ് നിറഞ്ഞ ആകാശത്തിനെതിരെ ഒരു വലിയ പരുന്തായി രൂപാന്തരം പ്രാപിച്ചു, ഉയരമുള്ളതും ഗംഭീരവുമായ രൂപം. ഉറച്ച ദൃഢനിശ്ചയത്തോടെ പുറപ്പെടുന്നതിനു മുമ്പ് അദ്ദേഹം ജീവനക്കാരെ അഭിസംബോധന ചെയ്തു, ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി അവരുമായി മോട്ടഫെദുവിൽ ഒത്തുചേരുമെന്ന് പ്രതിജ്ഞയെടുത്തു. ദ്വീപിന്റെ ആരോഹണം, ദൗത്യഘട്ടം, ദ്വീപ് മാറ്റാനുള്ള പ്രവർത്തനം. പ്രതീക്ഷയുടെ തീവ്രമായ നിലവിളിയാൽ പ്രചോദിതനായി മോവവിയെയും അവളുടെ സംഘത്തെയും ഇളകാത്ത ദൃഢനിശ്ചയത്തോടെ കൊടുങ്കാറ്റിനെ നേരിടാൻ ബരമേൽപ്പിച്ച് അവൻ കൊടുങ്കാറ്റിലേക്ക് ഉയർന്നു. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവിൽ മോവവിയും സംഘവും അതീവ ശ്രദ്ധയോടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, ഓരോ അംഗവും നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. തുടർച്ചയായ ചുഴലിക്കാറ്റുകളിലൂടെയുള്ള അവരുടെ വിദഗ്ധവും ധീരവുമായ യാത്ര ഉണ്ടായിരുന്നിട്ടും സ്ഥിതിഗതികൾ അതിവേഗം വഷളാവുകയാണ്. ദൂരെയായി മോഹാന മവയെ മോട്ടഫെദുവിൽ എത്തുന്നതായി കാണുന്നു. തന്റെ ശക്തമായ കൊളുത്ത് ഉപയോഗിച്ച് ദ്വീപിനെ ഉയർത്താനുള്ള കഠിനമായ ശ്രമം അദ്ദേഹം ആരംഭിക്കുന്നു. എന്നാൽ അതിനെ എതിർക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു നിൽക്കുന്ന ദുഷ്ടനായ ദൈവം നാളോയിൽ നിന്ന് അദ്ദേഹത്തിന് കടുത്ത പ്രതിരോധം നേരിടേണ്ടിവരുന്നു. ക്ഷോഭജനകമായ കൊടുങ്കാറ്റിൽ നിന്ന് നെലോ മാവോയ്ക്ക് നേരെ മിന്നൽപ്പിണരുകൾ എറിയുന്നു, ഓരോ പ്രഹരവും തേക്കാൾ ശക്തം. എങ്കിലും മാവോയി വലിയോടെ അതെല്ലാം സഹിക്കുന്നു. തന്റെ വിധി പൂർത്തീകരിക്കാനും ദ്വീപിന്റെ മാന്ത്രികശക്തി തുറക്കാനും താൻ ദ്വീപുമായി ഇടപെഴക്കേണ്ടതുണ്ടെന്ന് മോഹൻ മനസ്സിലാക്കുന്നു. മാനുയെ നേരിട്ട് തീവ്രമായ മിന്നൽ പ്രഹരം ഏൽക്കുന്നതോടെ സ്ഥിതിഗതികൾ ദുരന്തപൂർണമായി വഷളാകുന്നു. അദ്ദേഹം ഇടർന്നു വളരെ ദുർബലനായി കാണപ്പെടുന്നു. വേദനയാൽ വലഞ്ഞിട്ടും മവി ഉറച്ചുനിൽക്കുന്നു. എന്നിരുന്നാലും മോഹനയുടെ സഹായത്തിനായുള്ള നിലവിളി ഒരു വിനാശകരമായ മിന്നലാട്ടത്തിൽ കലാശിക്കുന്നു. ഇത് ജീവനക്കാരെ പ്രക്ഷുബ്ധമായ കടലിലേക്ക് തള്ളിവിടുകയും തുടർന്നുള്ള ഭ്രാന്തമായ അവസ്ഥയിൽ അവരെ ചിതറിക്കുകയും ചെയ്യുന്നു. അമ്പരപ്പോടെയാണെങ്കിലും മോഹന കൂട്ടത്തിലുള്ളവരെ സുരക്ഷിതമായി നയിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നു. സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്റ്റാർഫിഷ് ഇനമായ സാമിയെ നഷ്ടപ്പെട്ടതിലൂടെ ഉണ്ടായ ദുഃഖം അവളുടെ തീരുമാനങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ അവളെ പ്രേരിപ്പിക്കുന്നു.
കുറ്റബോധവും അലട്ടുന്ന സംശയങ്ങളും അവളെ വലയം ചെയ്യുന്നു. അവളുടെ ദ്വീപ് വീട് ഉപേക്ഷിച്ചത് ഒരു തെറ്റായിരുന്നോ എന്നും ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കപ്പൽ ജീവനക്കാരെ നയിച്ചതിലൂടെ അവൾ അവരെ അപകടത്തിലാക്കിയോ എന്നും അവൾ സംശയിക്കുന്നു. അതുപോലെ വിഷണ്ണരായ ജീവനക്കാർ നിരാശപ്പെടാൻ തുടങ്ങുന്നു. തങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് ചിലർ അവരുടെ തീരുമാനത്തെക്കുറിച്ച് വിലപിക്കുന്നു. എങ്കിലും അവളുടെ ഏറ്റവും വലിയ നിരാശയിൽ പോലും മോ എപ്പോഴും മറ്റൊരു വഴിയുണ്ട് എന്ന് അവളെ താങ്ങി നിർത്തിയ വാക്കുകൾ ഓർക്കുന്നു. എല്ലാ ധൈര്യവും സംഭരിച്ച് മോഹന അവളുടെ ബാലൻസ് കണ്ടെത്തുന്നു. പരിക്ക് അവൾ ഭയത്തിന് കീഴടങ്ങാൻ തയ്യാറില്ല. അവളുടെ സമൂഹം, അവളുടെ പൈതൃകം, അവളുടെ ടീം എന്നിവരെല്ലാം അവളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആഴത്തിൽ ശ്വാസമെടുത്ത് അവൾ സമുദ്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിന്റെ പരിചിതമായ ആലിംഗനം അംഗീകരിക്കുന്നു. പുതിയ ദൃഢനിശ്ചയത്തോടെ അവൾ ചിതറിക്കിടക്കുന്ന ജീവനക്കാരെ ഉടനടി വിളിച്ചുവരുത്തി അവരെ പ്രവർത്തനക്ഷമരാക്കി. അവരുടെ പൂർവികരുടെ അചഞ്ചലമായ വിശ്വാസത്തെ അവൾ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിദത്തമോ ദൈവികമോ ആകട്ടെ, ഏതൊരു തടസ്സത്തെയും അവരുടെ കൂട്ടായ ശക്തിക്ക് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നും അവൾ ഓർമ്മിപ്പിക്കുന്നു. സ്ഥിരമായ ചുവടുകളോടെയും അചഞ്ചലമായ വിശ്വാസത്തോടെയും അവളുടെ വാക്കുകൾ അവരിൽ പ്രത്യാശ വീണ്ടും ജ്വലിപ്പിക്കുകയും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ അവരുടെ നിശ്ചയദാർഢ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മോവാന മോട്ടുനൂയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവിടെ മൊയി രൗദ്രഭാവം പൂണ്ടത്തേക്കാക്കെതിരെ ഇതിഹാസതുല്യമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മുന്നിലുള്ള വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും അവൾ ഉറച്ച മനസ്സോടെ അമരം പിടിച്ചിരിക്കുന്നു. അവളുടെ നോട്ടം ഒട്ടും വ്യതിചലിക്കാതെ മുന്നോട്ട് മാത്രം, പിന്തിരിയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തീവ്രമായ നിശ്ചയദാർഢ്യം അവളിൽ ആളിക്കത്തുന്നു. എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും അവൾ തന്റെ വിധി അംഗീകരിക്കാൻ തയ്യാറാണ്. പുതുക്കിയ ധൈര്യത്തോടെ മൊയിയെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും അവർ ഉപേക്ഷിക്കരുതെന്നും മോഹന തന്റെ സംഘത്തോട് പറയുന്നു. അവൾ ഉടൻ തന്നെ കടലിലേക്ക് എടുത്തുചാടി ഒളിഞ്ഞിരിക്കുന്ന ഭീഷണികളെക്കുറിച്ച് ബോധമില്ലാതെ ദ്വീപിനു നേരെ ശക്തിയായി നീന്തി. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അവൾ എത്തുമ്പോൾ ദ്വീപിന്റെ ഹൃദയമായ ഒരു അസാധാരണമായ പാറയെ അവൾ കണ്ടെത്തുന്നു. തന്റെ ശേഷിച്ച ശക്തിയെല്ലാം സംഭരിച്ച് അവൾ പാറയിൽ തൊടാനൊരുങ്ങിയതും നെലോയുടെ പെട്ടെന്നുള്ളതും അതിശക്തവുമായ മിന്നലിൽ അവൾ ബോധമില്ലാതെ വീണുപോയി. ഒരു പരിവർത്തനം അടുക്കുന്നതായി മനസ്സിലാക്കിയ മോയനയെ കണ്ടെത്താനായി അടിയന്തരമായി ഒരു യാത്ര ആരംഭിക്കുന്നു. കാറ്റ് ദുർബലമാകുമ്പോൾ ഒരു വിചിത്രമായ നിശ്ചലത ഭൂപ്രകൃതിയിൽ വ്യാപിക്കുന്നു. അവളുടെ ജീവനില്ലാത്ത രൂപം ഉപരിതലത്തിനടിയിൽ കണ്ടെത്തിയ ശേഷം അവൻ അവളെ വെളിച്ചത്തിലേക്ക് ഉയർത്തുന്നു. പെട്ടെന്ന് ഊഷ്മളവും പ്രകാശമാനവുമായ ഊർജ്ജത്തിന്റെ ഒരു പൊട്ടിത്തെറിയിൽ മോവാനയെ അവളുടെ പൂർവികർ വളഞ്ഞു. തകർന്ന മനസ്സോടെയും യാചനയോടെയും അവളോട് ഉണരാനായി അപേക്ഷിച്ചുകൊണ്ട് അവൻ തന്റെ ദുഃഖം ഒരു വിലാപഗാനത്തിലേക്ക് ഒഴുക്കിവിടുന്നു. തകർന്നുവീണ ബഹിരാകാശയാത്രികരുടെ പ്രതിധ്വനികൾ പ്രത്യാശാഭരിതമായ ഒരു സ്വർഗീയ ഗാനമായി മാറ്റൊലിക്കൊള്ളുന്നു. കൂട്ടായ്മയെ നയിച്ചുകൊണ്ട് അവളുടെ മുത്തശ്ശിയുടെ ഈണം തലമുറകൾ തമ്മിൽ ഹൃദയസ്പർശിയായ ഒരു ബന്ധം രൂപീകരിക്കുന്നു. ഒരു യഥാർത്ഥ മാന്ത്രിക നിമിഷത്തിൽ വെളിച്ചം മോഹനായിലേക്ക് ഒഴുകിയെത്തുമ്പോൾ സമുദ്രം അവരുടെ ഊർജ്ജസ്വലമായ ശക്തിയാൽ തിളങ്ങുന്നു. ഒരു മന്ദമായ ഉണർവോടെ അവൾ മിഴികൾ തുറന്നു. അവ പുതിയ ഊർജ്ജസ്വലതയാൽ നിറഞ്ഞുതുളുമ്പി. മോവാന ഉണരുമ്പോൾ അവൾക്ക് അവളുടെ പൂർവികരെയും മൊയിയെയും അവളുടെ മുത്തശ്ശിയുടെ ആത്മാവിനെയും കാണാൻ സാധിക്കുന്നു. മൊയിക്ക് ശാരീരികമായ അപകടങ്ങളൊന്നും നേരിടാനില്ലെങ്കിലും അവന്റെ പച്ചകുത്തലുകൾ അപ്രത്യക്ഷമാകുന്നത് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിന്റെ സൂചനയാണ്. എങ്കിലും മിക്കവാറും തൽക്ഷണം തന്നെ പച്ചകുത്തലുകൾ വ്യക്തിഗതമായി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഓരോന്നും ഈ പുതിയ ദുരിതത്തിൽ അയാൾ കാണിച്ച ധൈര്യത്തെ പ്രതീകപ്പെടുത്തുന്നു. അവന്റെ മാന്ത്രിക കൊളുത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു. അവരുടെ ബന്ധവും കടലും അതിന്റെ മാന്ത്രികശക്തിയെ വീണ്ടും ഉണർത്തുന്നു. മോവാനയുടെ മുത്തശ്ശി അവസാനമായി ഒരു ജ്ഞാനം പകർന്നു നൽകുന്നു. അവർ എന്നെന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആത്മജ്ഞാനം അവളെ ഒരിക്കലും തനിച്ചാകാൻ അനുവദിക്കില്ലെന്നും ഓർമ്മിപ്പിക്കുന്നു. അവളുടെ വിജയത്തെ മാനിച്ച് മോവാനയുടെ കൈയിൽ ഒരു തിളക്കമാർന്ന പച്ചകുത്തുകയും അവളുടെ യാത്രയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രത്യേക പുരാവസ്തു സമ്മാനിക്കുകയും ചെയ്യുന്നു. പൂർണ്ണ ശക്തി വീണ്ടെടുത്ത ശേഷം മോഹൻജോദാദോ ദ്വീപിനെ മോചിപ്പിക്കാൻ മൊയി അവളെ സഹായിക്കുന്നു. ഒടുവിൽ നാലിന്റെ ശാപം അവൾ അവസാനിപ്പിക്കുന്നു. അവർ പുതുതായി രൂപം കൊണ്ട ദ്വീപ് മുറിച്ചുകടന്നുപോകുമ്പോൾ മറ്റ് നിരവധി ദ്വീപുകൾ ചിത്രീകരിക്കുന്ന ഒരു ഭൂപടം അവർ കണ്ടെത്തി. അതിൽ മൊട്ടുനുയും ഹോം എന്ന് വ്യക്തമായി ലേബൽ ചെയ്ത ഒരു ദ്വീപും ഉണ്ടായിരുന്നു. താമസിയാതെ വിദൂര ദേശങ്ങളിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്തു സന്തോഷത്തോടെ വീണ്ടും ഒത്തുചേർന്ന് ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹം കെട്ടിപ്പടുത്തു. തുടർന്ന് മൊയി മോഹനത്തിന് ഒരു പ്രത്യേക സമ്മാനം നൽകാനായി മോവാനയുടെ ദ്വീപ് സന്ദർശിക്കുന്നു. മോഡ ഫെദുവിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ദൂരദർശിനി. അവൻ അവളെ തന്റെ സഹോദരിയുടെ വിജയകരമായ തിരിച്ചുവരവ് കാണാനായി അത് ഉപയോഗിക്കാൻ ഉപദേശിക്കുന്നു. അമിതമായ ആവേശത്തിൽ മോവാനയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ ഇറുകെ കെട്ടിപ്പിടിക്കുന്നു. അതിയായ സന്തോഷത്തോടെ മോവഹുതിയുടെ മാതാപിതാക്കൾ അവളുടെ തിരിച്ചുവരവിനെ സ്വീകരിച്ചു. അവളുടെ നേട്ടങ്ങളിൽ അഭിമാനവും നന്ദിയുമുണ്ടായിരുന്നു അവർക്ക്. പുതിയ തുടക്കത്തിന്റെയും ഐക്യത്തിന്റെയും വാഗ്ദാനത്തിന്റെയും ആഘോഷത്തിൽ ഗ്രാമം ഒരേ സ്വരത്തിൽ പാടുന്ന ആഡംബരപൂർണമായ ഒരു ഉത്സവത്തോടെ സിനിമ അതിന്റെ പാരമ്യത്തിലെത്തുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് രംഗത്തിൽ മോട്ട് ഫെദുവിൽ എത്തുകയും ദ്വീപിനെ മോചിപ്പിക്കുകയും ചെയ്ത മോവാനയുടെ വിജയത്തിൽ രോഷാകുലനായ നാലോയെ മടായി അഭിമുഖീകരിക്കുന്നത് വെളിപ്പെടുത്തുന്നു. വിശ്വാസവഞ്ചനയുടെ സംശയങ്ങൾ ഉള്ളിൽ വെച്ച് അവൻ തീവ്രമായി ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നു. ക്ഷീണിതയും പരാജിതയുമാണെങ്കിലും താൻ ജയിലിൽ കഴിഞ്ഞ ദീർഘകാലം കൊണ്ട് തന്റെ കടം വീട്ടിയെന്ന് മാതങ്കി വാദിക്കുന്നു. എന്നാൽ ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് നാലോ അവളെ വീണ്ടും ചെങ്ങലക്കിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് തുടക്കം മാത്രമാണ്. പെട്ടെന്ന് ഒരു നഖം നഷ്ടപ്പെട്ട നിലയിൽ തമഡോവ എന്ന ഞണ്ട് പ്രത്യക്ഷപ്പെട്ട് ദർഖമോദനയോടുള്ള പ്രതികാരം തനിക്കുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. ഭീഷണിപ്പെടുത്തുന്ന ചിരിയോടെ അടുത്ത സാഹസിക യാത്രയ്ക്ക് തയ്യാറെടുത്ത് ഹെയ്ഥർ തന്റെ അടുത്ത തന്ത്രം മെനയുന്നു. ഇരുട്ടിലേക്ക് മാഞ്ഞുപോകുന്നു. കഥ പൂർത്തിയാകാതെ അവശേഷിക്കുന്നു. വിശദമായ ധാരണയ്ക്കായി കൂടുതൽ ഉറവിടങ്ങൾ പരിശോധിക്കുക.